CBSE പരീക്ഷാ വീഴ്ചയിൽ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിന്റെ കരാർ കോപ്പറ്റ് കമ്പനിക്ക് നൽകിയതിൽ റിപ്പോർട്ട് തേടി. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രാലയം. വെബ്സൈറ്റ് വീണ്ടും പണിമുടക്കി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. ഉടൻ പരിഹരിക്കുമെന്ന് CBSE. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പരസ്യ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. ശനിയാഴ്ച ഡൽഹിയിൽ പ്രതിഷേധ റാലി. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. അന്വേഷണം തടയണമെന്ന ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ ഹർജിക്കാർക്കെതിരെ നടപടി പാടില്ലെന്നും വീണയടക്കം കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാമെന്നും കോടതി. LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂടി. 19 കിലോഗ്രാം സിലിണ്ടറിന് 46 രൂപ കൂടി 3131 രൂപയായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മിൽമ പാലിനും തൈരിനും വില കൂടി. പാൽ ലിറ്ററിന് 4 രൂപയും തൈരിന് 10 രൂപയും കൂടി. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. 1-ാം ക്ലാസ്സിലെത്തിയത് 3 ലക്ഷം കുട്ടികൾ. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് സ്കൂൾ വളപ്പിലെ ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ഓഫീസ് സമയം കഴിഞ്ഞതിനാൽ ദുരന്തം ഒഴിവായി. റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. ഭൂതകാലത്ത് നിന്നും മാറി വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. വാക്കിലും പ്രവൃത്തിയിലും കൃത്യമായ ബോധം വേണമെന്നും അമ്മ. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്ന് സമാപിക്കും. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്ര നേതൃത്വത്തെ കാണാൻ ഡൽഹിയിൽ. നാളെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത MLA-മാർ പാർട്ടി വിട്ടേക്കും. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് 2 MLA-മാരെ പുറത്താക്കി TMC.